وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. ആയത്ത് 147. വമാ കാന ഖൗലഹും, പ്രയാസങ്ങളുടെയും പരീക്ഷണത്തിന്റെയും സന്ദർഭങ്ങളിൽ അവർ ഇത്രമാത്രമാണ് പറഞ്ഞത്, ഇല്ലാ അൻ ഖാലൂ റബ്ബന ഗഫിർ ലനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ, വൈസ്റാഫനാ ഫീ അംരിന ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വന്നുപോയ വീഴ്ചകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വസബ്ബിത് അഖ്ദാമന ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ, വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ നിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഫാതാഹുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു അവർക്ക് നൽകി സവാബദ് ദുനിയാ ഭൗതിക പ്രതിഫലം നൽകി, വഹുസ്ന സവാബിൽ ആഖിറ പരലോകത്തെ സുന്ദരമായ പ്രതിഫലവും നൽകി. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ നിറഞ്ഞവരെ അല്ലാഹു സ്നേഹിക്കുന്നു. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പലപ്പോഴും വേണ്ടാത്ത കാര്യങ്ങൾ പറയും. ദീനുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഈ കുഴപ്പം. അയാളുടെ ഒരു ഒടുക്കത്തെ ഹലാല് ഹറാമ് നോട്ടം, അതിന്റെ പ്രശ്നം. ഇങ്ങനെ മോശമായ വാക്കുകൾ പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ, പലപ്പോഴും ആ വാക്കുകൾ നല്ല ആളുകളുടെ മനസ്സുകളിലും പതിയും. ആ ശരിയാ, എനിക്ക് ഈ ആക്ഷേപമെല്ലാം താടി വെച്ചതുകൊണ്ടുണ്ടായതാണ്, പതുക്കെ താടി പഠിക്കും. പർദ്ദ അണിഞ്ഞതുകൊണ്ടാണ് ഉണ്ടായത്, പതുക്കെ പർദ്ദ അഴിച്ചു മാറ്റും. അള്ളാഹു പറയുന്നു, എന്റെ അടിമകളെ, ഈ അവസ്ഥകൾ മുൻഗാമികൾക്കും ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ അവരെ പഠിക്കിൻ പകർത്തിൻ. പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വേലിയേറ്റത്തിൽ അവരെന്താ ചെയ്തത്? ഒന്ന് ഉറച്ചു നിന്നു. അത് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. പിന്നെ അവരെന്താണ് പറഞ്ഞത്? വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലൂ റബ്ബന ഗഫിർ ലനാ ദുനൂബനാ. അവർ അവരുടെ ജീവിതത്തിലേക്ക് നോക്കി. നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിലോട്ട് നോക്കണം. രണ്ടവസ്ഥകൾ കാണാൻ സാധിക്കും. ഒന്ന് നന്മകൾ, അതിൽ അല്ലാഹുവിനെ വാഴ്ത്തണം. വേറെ ഒന്ന് നമ്മളുടെ തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അത് തിരുത്തണം. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കണം. മഹാന്മാരായ നബിമാരുടെ കൂട്ടത്തിൽ കഴിയുന്നവർ, അവരുടെ ജീവിതം ഭൂരിഭാഗവും നന്മയായിരിക്കും, നമുക്ക് ഉറപ്പാണ്. ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹ്മത്തുള്ളാഹി അവർ പറയുന്നുണ്ട്, സഹാബാക്കളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ നല്ല ദാസന്മാരിലേക്ക് നോക്കുക. അവരുടെ കൂട്ടത്തിൽ അരമണിക്കൂർ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരും. എന്നാൽ ഈ നന്മയുടെ എല്ലാം അച്യുതണ്ടായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ, നബിമാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞവർക്ക് എന്ത് വലിയ മാറ്റമായിരിക്കും. അവർക്ക് തെറ്റുകൾ കുറവാണ്, എങ്കിലും അവർ ആ തെറ്റുകളെ വലിയ കാര്യമായിട്ട് കണ്ട് പടച്ചവനോട് പറയുന്നു, റബ്ബനാ ഗഫിർ ലനാ ദുനൂബനാ, പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. എന്റെ പാപം, എന്റെ കൂട്ടുകാരുടെ പാപം നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരിക്കണം. നമ്മളെല്ലാവർക്കും പടച്ചവനെ പുറത്തു തരണമേ.
പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റ് കാണിക്കുന്ന കണ്ടാൽ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മറ്റുള്ളവരോട് പറയുന്നത് പരദൂഷണം, അവരെ ആക്ഷേപിക്കുന്നത് നിന്ന, അള്ളാഹുവിനോട് പറയുന്നത് പ്രാർത്ഥന. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വന്ന വീഴ്ചകൾ മാപ്പാക്കി തരണേ. പ്രബോധനത്തിൽ, പോരാട്ടത്തിൽ, ഇൽമ പഠിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ, ദീനിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ എന്റെ ഭാഗത്ത് വീഴ്ച വല്ലതും വന്നു, അതുകൊണ്ടാണോ അവരിതിനെ തള്ളിപ്പറയുന്നത്? വിശ്വാസി അതിലേക്ക് നോക്കും. ആൾക്കാരോട് ചോദിക്കും, എന്റെ വീഴ്ച വല്ലതുമുണ്ടോ? മഹാന്മാർ ചോദിക്കുമായിരുന്നു, എന്റെ സംസാരത്തിൽ കുഴപ്പം വല്ലതുമുണ്ടോ, തെറ്റ് വല്ലതുമുണ്ടോ? ഫതഹുൽ മുഈനിന്റെ അവസാനത്തിൽ ഒരു വൈകാരികമായ വാചകമുണ്ട്. ഉസ്താദ് കരഞ്ഞുകൊണ്ട് ആ പാഠമെടുത്തത്. ഈ ഗ്രന്ഥത്തെ നിഷ്പക്ഷമായി പാരായണം ചെയ്യുകയും ഇതിൽ വന്ന തെറ്റുകൾ കണ്ടപ്പോൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി തിരുത്തുകയും ചെയ്തവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അക്കാഡമിയുടെ മുഴുവൻ ബുക്കുകളും തിരുത്താൻ വേണ്ടി നിങ്ങൾ വായിക്കാനാണ് നമ്മുടെ ആഗ്രഹം. ഒരു കുഴപ്പവുമില്ല. നന്മകളെ തിരിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ, തെറ്റുകൾ തിരുത്തി. وإسرافنا في أمرنا وثبت أقدامنا. 3 പടച്ചവനെ ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചതാ അല്ലാഹു, പേടിയാകുന്നു തെറ്റിപ്പോകുമോ എന്ന്. പ്രയാസങ്ങളുടെ ഭൂമി കുലുക്കമാണ് സംഭവിക്കുന്നത്. ധാരാളം നല്ല നല്ല ആളുകൾ തെറ്റിപ്പോയി. ഞങ്ങൾക്ക് ആ നന്മയൊന്നുമില്ല, പേടിയാകുന്നു ഞങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി. ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചതാ അല്ലാഹുവേ. وانصرنا على القوم الكافرين. നിഷേധികളായ ആളുകൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിവിടെ ചാരിയിരിക്കുക, നീ ഒന്ന് അങ്ങനെയല്ല. അവരെ കഴുത്തി പിടിച്ച് നീ അങ്ങ് നിൽക്കുക, ഞങ്ങളിവിടെ ഇരുന്നോളാം. ഇല്ല, ഞങ്ങൾ മുന്നോട്ടിറങ്ങുകയാണ്. ഞങ്ങളെ നീ സഹായിക്കണം, പിന്തുണയ്ക്കണം. നബിമാരുടെ കൂട്ടത്തിൽ ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്യുന്നവരുടെ ഗതിഗതമാണിത്. ഒരു വിശ്വാസി, പ്രത്യേകിച്ചും പ്രബോധകൻ, ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി, ദീനിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മനസ്സിന്റെ ശബ്ദമായിരിക്കണം ഈ വാക്കുകൾ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ അല്ലാഹുവേ. പ്രത്യേകിച്ചും ഈ പ്രവർത്തനത്തിലെ വീഴ്ചകൾ മാപ്പാക്കിത്ത അല്ലാഹുവേ. എനിക്ക് ദർസ് എടുക്കേണ്ടതുപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് എഴുതേണ്ടതുപോലെ എഴുതാൻ പറ്റിയിട്ടില്ല. എന്റെ നമസ്കാരങ്ങളിൽ വീഴ്ച, നോമ്പിൽ വീഴ്ച, കൂടാതെ ഈ പ്രവർത്തനത്തിൽ വീഴ്ച പുറത്തുതാ അല്ലാഹുവേ. وثبت أقدامنا وانصرنا على القوم الكافرين. ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു തരണമേ. അതുപോലെ ഞങ്ങൾ പരിശ്രമിക്കുന്നു, ഞങ്ങളെ നീ സഹായിക്കണം അല്ലാഹുവേ. ഇത് പ്രാർത്ഥന മാത്രമല്ല, അവരുടെ ആഗ്രഹവും പരിശ്രമവും കൂടിയാണ്. ഞാൻ നിരന്തരം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പടച്ചവനെ പൊറുക്കണേ പൊറുക്കണേ. ഞാൻ അനങ്ങാൻ പോലും തയ്യാറല്ല, എന്റെ പാദം ഉറപ്പിച്ചു തരണമേ. ഇല്ല, പ്രാർത്ഥനയല്ല. ഞാൻ ഒരു പരിശ്രമവുമില്ല, ശത്രുക്കൾക്കെതിരെ സഹായിക്കണേ അല്ലാഹുവേ, പടച്ചവനെ സഹായിക്കണേ. മുമ്പോട്ട് വരണം, പരിശ്രമിക്കണം, അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. ദുആയും പ്രാർത്ഥനയും പരിശ്രമവും ഒരുമിച്ച് പോകണം. ആലിമാകാൻ വേണ്ടി ആഗ്രഹിക്കൻ, കരഞ്ഞ് ദുആ ചെയ്യൻ, പരിശ്രമിക്കൻ. അല്ലാഹു ഇൽമിന്റെ കിരീടം ധരിപ്പിച്ചു തരും. അള്ളാഹുവിന് വലിയാകാൻ വേണ്ടി ആഗ്രഹിക്കൻ, പരിശ്രമിക്കൻ, പ്രാർത്ഥിക്കൻ. പടച്ചവൻ അതിനോടുള്ള സ്നേഹത്തിന്റെ സംഗീതം മനസ്സിലിട്ട് തരും. ഫആതാഹുമുല്ലാഹു സവാബദ്ദുനിയാ വഹുസ്ന സവാബിൽ ആഖിറ. ഈ ഗുണങ്ങളുള്ളവർ, നല്ല ജീവിതം, നല്ല പ്രവർത്തനം, നല്ല പ്രാർത്ഥന, നല്ല ആഗ്രഹമുള്ളവർ, നബിമാരുടെ കൂട്ടത്തിൽ കൂടി കഴിഞ്ഞവർ, ഇവർക്ക് അല്ലാഹു തആല ഈ ലോകത്തെ പ്രതിഫലം നൽകി. ഈ ലോകത്തെ പ്രതിഫലം എന്ത്? 1,
ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രത്യേകിച്ചും ഈ ദീൻ ഇവിടം വരെയും എത്തിയത് എത്രയോ വെല്ലുവിളികൾ അതിജയിച്ചുകൊണ്ടാണ്. ഈ സമുദായത്തിന്റെ കയ്യിൽ പലപ്പോഴും പണമില്ലായിരുന്നു, ആയുധമില്ലായിരുന്നു, അതുപോലെ തന്നെ ഭരണമില്ലായിരുന്നു. പലപ്പോഴും ഭരണവുമായി ബന്ധപ്പെട്ടവരോട് പോരാടേണ്ടി വന്നു. പലപ്പോഴും മുസ്ലിം നാമധാരികളായ ഭരണകൂടങ്ങൾ സത്യത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ മഹാന്മാർ ഉറച്ചു നിന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ശത്രുക്കളെ പടച്ചവൻ കൈകാര്യം ചെയ്തു. അത് രണ്ട് നിലയിലാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ അവരിൽ വലിയൊരു വിഭാഗം നന്മയിലേക്ക് വന്നു. ആരാണ് മുഗളന്മാർ? താർത്താരികളായിട്ട് മുസ്ലിമീങ്ങളെ അടിച്ചു കൊന്ന് തകർത്ത് തരിപ്പണമാക്കിയ ആളുകളുടെ പിൻഗാമികളാണ് മുഗളന്മാർ. ആരാണ് ഔറംഗസീബ് ആലംഗീർ? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ അക്ബർ ചക്രവർത്തിയുടെ പിൻഗാമിയാണ് ഔറംഗസീബ് ആലംഗീർ. ഒന്നുകിൽ അള്ളാഹുത്തിന് ഇങ്ങനെ സഹായിച്ചു, അല്ലെങ്കിൽ അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, നമുക്കാരോട് ശത്രുതയില്ല, പടച്ചവൻ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. അബൂജഹലുമാര്, അബൂലഹബുമാര്, ധിക്കാരിമാർ പടച്ചവൻ വലിച്ചെറിഞ്ഞു. ഈ രീതിയിൽ അള്ളാഹു തആല സഹായിച്ചു. അതുപോലെ ഇവർക്ക് അള്ളാഹു അന്തസ്സ് നൽകി. ഇമാം ബുഖാരി ചരിത്രത്തിന്റെ പ്രകാശമാണ്. ഇമാം മുസ്ലിം ചരിത്രത്തിന്റെ ഐശ്വര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ, മുജദ്ദിദീങ്ങൾ, മുസ്ലിഹീങ്ങൾ, അവർക്ക് വലിയ അന്തസ്സ് കിട്ടി, അത്ഭുതകരമായ അന്തസ്സ് കിട്ടി. ഫആതാഹുമുല്ലാഹു സവാബദ്ദുനിയാ വഹുസ്ന സവാബിൽ ആഖിറ. പരലോകത്തിൽ അതിസുന്ദരമായ പ്രതിഫലം കിട്ടി. ഒന്ന്, അള്ളാഹുവിന്റെ പൊരുത്തം, വരിദ്വാനും മിനല്ലാഹി അക്ബർ, പടച്ചവന്റെ പൊരുത്തം. രണ്ട്, ആ പടച്ചവന്റെ സാമീപ്യം, ഇന്ദ മലീക്കും മുഖ്തദിർ, പടച്ചവന്റെ സാമീപ്യം. മൂന്ന്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ നബിമാരുടെ അനുയായികളാണെങ്കിൽ അതാത് നബിമാരുടെ അരികിൽ കഴിയാറുള്ള ഭാഗ്യം. എന്തൊരു ഭാഗ്യമാണ്! സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭാഗ്യമാണ്! നാല്, അവർക്ക് പരിപൂർണ സംതൃപ്തി. അഞ്ചു, വലിയ അഭിമാനം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തമൊലിച്ച ആള് നാളെ അതേ കോലത്തിൽ തന്നെ വരും. പക്ഷേ വ്യത്യാസം, നിറം രക്തത്തിൻ്റെതായിരിക്കും, സുഗന്ധം കസ്തൂരിയുടേതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവർ പടച്ചവന്റെ സാമീപ്യത്തിലായി, പൊരുത്തത്തിലായി സമുന്നത സ്വർഗത്തിൽ കഴിയും. അവസാനം അല്ലാഹു പറയുന്നു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. പടച്ചവൻ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ കഴിവിന്റെ പരമാവധി നന്മകൾ വാരിക്കൂട്ടുന്ന ആളുകളോട് പടച്ചവന് വലിയ സ്നേഹമാണ്. അവരെ ദുനിയാവിലും അനുഗ്രഹിക്കും, ആഖിറത്തിലും അനുഗ്രഹിക്കും. ഇത് നമുക്കുള്ളൊരു ആശ്വാസം കൂടിയാണ്. മുൻകഴിഞ്ഞ മഹാന്മാരെ പറ്റി പറഞ്ഞപ്പോൾ വായിലൂടെ ഇപ്പൊ കപ്പലോടിയിട്ടുണ്ട്. പടച്ചവനെ നമുക്കും പറ്റുമോ? അള്ളാഹു പറയുന്നത് പറ്റും. ഇഹ്സാനിന്റെ ഗുണമുണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ പലപ്പോഴും അതൊക്കെ വലിയ ഔലിയാക്കളും മഹാന്മാരും, ഞങ്ങളിവിടെ പോകാനാ, നമുക്ക് വഴിയുണ്ട്. ഇഹ്സാൻ വല്ലദീന തബഊഹും ബി ഇഹ്സാൻ, നല്ല മനസ്സോടെ പടച്ചവനെ പറ്റി ഓർത്തുകൊണ്ട് കഴിവിന്റെ പരമാവധി ആ മഹാന്മാരെ പിൻപറ്റി, എടുത്തു ചാടണ്ട. കഴിവിന്റെ പരമാവധി ആ മഹാന്മാരെ പിൻപറ്റിൻ. പടച്ചവന് അത്തരം ആളുകളോട് വലിയ സ്നേഹമാണ്. അള്ളാഹു നമുക്ക് ഇത്തരം നല്ല ഗുണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.